അപ്പോൾ ഇന്നലെ നിർത്തിയതിന്റെ ബാക്കി കഥ ഇന്ന് തുടങ്ങാം. രാവിലെ തന്നെ ഈ ഉണക്കാനിട്ടതുപോലെ ഈ വെയിലും കൊണ്ട് നിൽക്കുന്നത് ബോഡി ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഹീറ്റിംഗ് എല്ലാം തീർന്നു നേരെ റൂമിലേക്ക് ചെന്ന് കുളിച്ചു ഫ്രഷായി ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇയാൾ ഞങ്ങളെ കൂടെ ഇറങ്ങാനുള്ളതല്ല, ഇവൻ മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. വെയിറ്റിങ്ങിനൊടുവിൽ നമ്മളെ സംഭവം ഇങ്ങെത്തി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പോയത് കെറ്റി തണലിലേക്കാണ്. കെറ്റി തണലിലേക്ക് നടന്നു പോവാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷേ അവസാനം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവിടെ വെച്ച് പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ആ പരിപാടി നമുക്ക് പറ്റില്ല. അങ്ങനെ പോരുന്ന വഴി ഇയാളെ ഒന്ന് ലേലൂസിന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം അവള് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും നീളമുള്ളൊരു വണ്ടി കാണുന്നത്. ഫൈനലി ഞങ്ങൾ അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നടക്കാതെ തന്നെ ഞങ്ങൾക്ക് പോവാൻ പറ്റുമെന്ന് മനസ്സിലായി. എന്നാ പിന്നെ പോവാൻ ആഗ്രഹിച്ചതല്ലേ, നമുക്ക് ആ വഴി കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ പോയി സംഭവ സ്ഥലത്തെത്തി. അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ടായിരുന്നു, പക്ഷേ റോങ് റൂട്ട് അല്ല, അതാണ് കറക്റ്റ് റൂട്ട്. കെറ്റിത്തണൽ പോവാതെ ഞാൻ ഈ നാട്ടിലേക്ക് ഇല്ലാന്ന് പറഞ്ഞ് വാശി പിടിച്ച എന്റെ ബ്രദർ അവസാനം അവിടെ എത്തി. എത്തിയതോ അവരവരുടെ ഫോട്ടോഷൂട്ട് ആരംഭിച്ചു. ഇത് ഇവരുടെ സേവ് ദ ഡേറ്റ് അല്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. പക്ഷെ ഇവരുടെ വീഡിയോ എടുത്തു കൊടുക്കുന്നത് ഇവരുടെ മക്കൾ തന്നെയാണ് കേട്ടോ. ഈ ട്രെയിൻ നേരത്തെ അങ്ങോട്ട് പോയതാണ്, അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണിത്. ട്രെയിൻ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം ഉച്ചയായി. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പുറപ്പെടാൻ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയി. അവിടെയും വെയിറ്റിംഗ് തന്നെയാണ്. ഭയങ്കര ടൈമിങ്ങും ഫുഡ് അത്ര പോരാ. എങ്കിലും നാട്ടത്തേനെക്കാട്ടിയും കൂടുതൽ പ്രൈസാണ് അവിടെ. അങ്ങനെ കിട്ടിയതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് നേരെ പോയത് കർണാടക ഗാർഡനിലേക്കാണ്. അവിടെ പോയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ടായിരിക്കും. ഈ സമയം നാട്ടിലേക്ക് പോന്നാലേ നൈറ്റ് ആകുമ്പോഴേക്കും ഇവിടെ എത്തുള്ളൂ. കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്. എല്ലാവർക്കും വർക്കിന് പോവാനുണ്ട്. അങ്ങനെ പിന്നെ നേരെ നാട്ടിലേക്ക് വിട്ടു. പോരുന്ന വഴി എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ച് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ലേലൂസ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ചെയറിൽ ഇരിക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങൾ ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വണ്ടി നേരെ വീട്ടിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഊട്ടി ട്രിപ്പിന്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.